ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ MOU സൈൻഡ് ബിറ്റ്വീൻ ഹരിയാന ആൻഡ് രാജസ്ഥാൻ. MOU സൈൻഡ് ബിറ്റ്വീൻ ഹരിയാന ആൻഡ് രാജസ്ഥാൻ ഫോർ യമുന വാട്ടർ പൈപ്പ് ലൈൻ പ്രോജക്ട്. അപ്പൊ യമുന വാട്ടർ പൈപ്പ് ലൈൻ പ്രോജക്റ്റില് MOU സൈൻ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഹരിയാനയും രാജസ്ഥാനും. അപ്പൊ എന്താണ് മെയിൻ അവരുടെ ഒരു MOU കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രാജസ്ഥാനിലെ ചില ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഒരു വാട്ടർ സ്കേർസിറ്റി എന്താണ് അത് അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഈ ഒരു യമുന വാട്ടർ പൈപ്പ് ലൈൻ പ്രോജക്റ്റിനായിട്ട് ഹരിയാനയുമായി ചേർന്ന് രാജസ്ഥാൻ MOU സൈൻ ചെയ്തിട്ടുള്ളത്. സോ 11% കോട്ടൺ ഇമ്പോർട്ട് ഡ്യൂട്ടി. അപ്പൊ ഇന്ത്യ 11% കോട്ടൺ ഇമ്പോർട്ട് ഡ്യൂട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വരെ, സെപ്റ്റംബർ 30 വരെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗാർമെന്റ് ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ US ഇന്ത്യക്ക് മേൽ ഒരു 60% താരിഫ്, എക്സ്പോർട്ടിന് മേൽ താരിഫ് ചുമത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗാർമെന്റ് ഇൻഡസ്ട്രിയെ ആ ഒരു താരിഫിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് 11% വരെ കോട്ടന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും ഈ ഒരു US എക്സ്പോർട്ടിൽ താരിഫിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുമുള്ള അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. Aims to ease pressure on India's garment industry, which faces nearly 60% tariff on export to US and help maintain competitiveness against China and Bangladesh. അപ്പോൾ ഇന്ത്യയുടെ കോട്ടൺ ഇൻഡസ്ട്രിയിൽ 11% ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. CCPA Central Consumer Protection Authority imposes 10 lakh penalty on Rapido for misleading advertisement and unfair trade practices. അപ്പോൾ റാപ്പിഡോ നമ്മുടെ ഊബർ, ഓല പോലുള്ള ക്യാബുകളും അതേപോലെ ബൈക്ക് ടാക്സിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ ഒരു റാപ്പിഡോ എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്ക് മേല് നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA 10 ലക്ഷം രൂപ പെനാൽറ്റി ഫയർ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഈ ഒരു അൺഫെയർ പ്രാക്ടീസസും അതുപോലെ തന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, അവരുടെ ഓട്ടോ ഇൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 rupees ഓഫർ, അങ്ങനെ ഇതുപോലുള്ള കുറെ അഡ്വർടൈസ്മെന്റ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന് അവരുടെ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 10 ലക്ഷം രൂപ പെനാൽറ്റി ഫൈൻ ചെയ്തിട്ടുള്ളത്. ആർക്കാണ്? റാപ്പിഡോയ്ക്ക് സെൻട്രൽ കസ്റ്റമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പെനാൽറ്റി എത്ര രൂപയാണ്? 10 ലക്ഷം രൂപ പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ ന്യൂഡൽഹി പോലീസ് കമ്മീഷണർ ആയിട്ട് ആരെയാണ് റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? സതീഷ് ഗോൾച്ചെ ന്യൂഡൽഹി പോലീസ് കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആരെയാണ് അദ്ദേഹം സക്സീഡ് ചെയ്യുന്നത്? ശശി ഭൂഷൺ കുമാർ സിംഗിനെ സക്സീഡ് ചെയ്യുന്നു. സോ ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ സ്വന്തം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിനെ. അപ്പൊ നമ്മുടെ കേരളത്തിന് ഡിജി കേരള പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഫേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് അല്ലെ? കേരള ബിക്കംസ് ഇന്ത്യസ് ഫുള്ളി ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ്. Prime Minister Shri Narendra Modi inaugurates and lays foundation stone of development projects worth 12,000 crore at Gaya, ബീഹാർ. അപ്പൊ 12,000 കോടിയുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ്? ബീഹാറിലെ ഗയയിൽ 12,000 കോടിയുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആര് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് 5,200 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തു. എവിടെയാണ് 5,200 കോടിയുടെ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തത്? കൊൽക്കത്തയില് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ 5,200 കോടിയുടെ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ആര് ഇനോഗ്രേറ്റ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തു. 12,000 കോടിയുടെ എവിടാണ്? ബീഹാറിൽ ഇനോഗ്രേറ്റ് ചെയ്തു. 5,200 കോടിയുടെ കൊൽക്കത്തയിൽ ഇനോഗ്രേറ്റ് ചെയ്തു. 5,400 കോടിയുടെ 5,400 crore ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എവിടെ ഇനോഗ്രേറ്റ് ചെയ്തു? അഹമ്മദാബാദിൽ ഇനോഗ്രേറ്റ് ചെയ്തു അല്ലെ? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 5,400 കോടിയുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തു.
കൊൽക്കത്തയിൽ 5200 കോടി ഇനോഗ്രേറ്റ് ചെയ്തിരുന്ന 12000 കോടിയുടെ പ്രോജക്റ്റ് എവിടെയാണ്? ബീഹാറിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ബീഹാറിൽ 12000 കോടി ഇനോഗ്രേറ്റ് ചെയ്ത അന്ന് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹോമി ഭാഭ സെന്റർ ക്യാൻസർ ഹോസ്പിറ്റലും റിസർച്ച് സെന്ററും ഇനോഗ്രേറ്റ് ചെയ്ത് എവിടെയാണ്? ഹോമി ഭാഭ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. APEDA to open new regional offices in Patna. അപ്പോൾ APEDA പുതിയ റീജിയണൽ ഓഫീസസ് എവിടെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? റായ്പൂർ, പാറ്റ്ന ആൻഡ് ഡെറാണ്. അപ്പോൾ APEDA അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അവരുടെ പുതിയ റീജിയണൽ ഓഫീസസ് എവിടെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? പാറ്റ്ന, റായ്പൂർ ആൻഡ് ഡെറാഡൂൺ. പാറ്റ്ന, റായ്പൂർ ആൻഡ് ഡെറാഡൂണിലാണ് APEDA പുതിയ റീജിയണൽ ഓഫീസസ് വരാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് ഈ ഒരു APEDA വരുന്നത്. ഏത് മിനിസ്ട്രി അണ്ടറിലാണ്? കൊമേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടർ. സോ ഇന്ത്യ ഇലക്ടഡ് ചെയർമാൻ ഓഫ് AIBD എക്സിക്യൂട്ടീവ് ബോർഡ്. അപ്പൊ AIBD ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ രാജ്യത്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. AIBD ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ചെയർമാൻ ആയിട്ട് നമ്മുടെ രാജ്യത്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് പ്രഖ്യാപിച്ചത് അതിന്റെ 23ാമത് ജനറൽ കോൺഫറൻസ് തായ്ലൻഡിലെ ഫുക്കേത്തിൽ നടന്ന 23rd ജനറൽ കോൺഫറൻസിലാണ് AIBDയുടെ ചെയർമാൻ ആയിട്ട് ഇന്ത്യയെ അപ്രൂവ് ചെയ്യില്ലെങ്കിൽ ഇന്ത്യയെ എലക്ട് ചെയ്ത ആ ഒരു തീരുമാനം നടന്നത് ഇതിന്റെ ജനറൽ കോൺഫറൻസ് 23ാമത് ജനറൽ കോൺഫറൻസ് ആണ്. എവിടെ വെച്ച് നടന്ന? തായ്ലൻഡിലെ ഫുക്കേത്തിൽ വെച്ച് നടന്ന 23rd ജനറൽ കോൺഫറൻസിലാണ് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് അനൗൺസ് ചെയ്തത്. അപ്പൊ SSC MTS 2025 എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡേറ്റുകൾ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും. അറൗണ്ട് ഒക്ടോബർ എൻഡുള്ളിൽ, ഒക്ടോബർ പകുതിക്ക് ശേഷം, അറൗണ്ട് ഒക്ടോബർ 20-ന് ശേഷമായിരിക്കും നമ്മുടെ SSC MTSന്റെ എക്സാം വരുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഒരു 50 ദിവസം കൂടുതലായിട്ട് കിട്ടി നിങ്ങളുടെ എക്സാമിന്. അറൗണ്ട് ഒരു മാസം നമ്മൾ ഇന്ന് മുതൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 ദിവസത്തോളം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി നമ്മുടെ AIZB അക്കാഡമി SSC MTS 2025 കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയിൽ സെൻട്രൽ ഗവൺമെന്റിൽ നല്ല അടിപൊളി ഒരു ജോലി സാധ്യതയുള്ള കോഴ്സാണ് SSC MTS 2025. നിങ്ങൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ പ്രിപ്പറേഷനൊക്കെ നല്ല തകൃതിയായിട്ട് തന്നെ നടക്കട്ടെ. അപ്പൊ പ്രിപ്പറേഷൻ ഒരു കൈത്താങ്ങൊക്കെ ആയിട്ട് ഒരു കൂടെ ഒരു സപ്പോർട്ടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ SSC MTS 2025 കോഴ്സ് AIZB അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മറ്റ് വിവരങ്ങൾക്കൊക്കെയാണ് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പ്രിപ്പറേഷൻസ് എന്തായാലും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ വർഷം തന്നെ SSC MTSൽ ജോലിയിൽ പ്രവേശിക്കട്ടെ എല്ലാവരും. ഓക്കെ, നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് തിരിച്ചു പോകാം. ഇന്ത്യ ആൻഡ് നെതർലാൻഡ് ഫോം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഓൺ വാട്ടർ ടു ബൂസ്റ്റ് ബൈലാറ്ററൽ കോപ്പറേഷൻ. അപ്പോൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഓൺ വാട്ടർ, വെള്ളത്തിന് മേലൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്താണ് ഈ ബൈലാറ്ററൽ കോപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വെള്ളത്തിന് മേൽ വാട്ടർ പാർട്ട്ണർഷിപ്പ്, വാട്ടർ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളത്? ഏത് രാജ്യവുമായിട്ടാണ്? ഇന്ത്യ നെതർലാൻഡുമായിട്ടാണ് ഒരു വാട്ടർ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താണ് വാട്ടർ സ്ട്രാറ്റജിക് വാട്ടർ പാർട്ട്ണർഷിപ്പ് നമ്മുടെ ഇന്ത്യയും നെതർലൻഡുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യില്ല, ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഏത് ഓർഗനൈസേഷനുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് നടക്കുന്നത്? നമ്മുടെ IIT ഡൽഹിയുമായിട്ടാണ് ഈ ഒരു വാട്ടർ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൊളാബറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് നെതർലൻഡും അതുപോലെ IIT ഡൽഹിയുമായിട്ടാണ് ചേർന്നിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൊളാബറേറ്റ് ചെയ്യുന്നത്. സോ TVS മോട്ടറിന്റെ ലീഡർഷിപ്പ് ആയിട്ട് പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്? സുദർശൻ വേണുവിനെ TVSന്റെ ലീഡർ ആയിട്ട് പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോവാണ് സുദർശൻ വേണു.
assumes leadership of TVS Motor from August 25. ഓഗസ്റ്റ് 25 മുതൽ TVSനെ നയിക്കാൻ പോകുന്ന ആരാണ്? സുദർശൻ വേണു ആണ് നയിക്കാൻ പോകുന്നത്, പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് TVS Motors. അപ്പൊ അദ്ദേഹം ആരെയാണ് സക്സീഡ് ചെയ്യുന്നത്? ഫോമർ ചെയർമാൻ ആയിട്ടുള്ള റാസ് പെത്തിനെയാണ് അദ്ദേഹം സക്സീഡ് ചെയ്യുന്നത്. അപ്പൊ പുതിയ TVS മോട്ടോറിന്റെ ചെയർമാൻ ആരാണ്? സുദർശൻ വേണു. OpenAI announced to open first India office. ആദ്യത്തെ ഇന്ത്യൻ ഓഫീസ് OpenAI അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2025 OpenAIയുടെ പുതിയ ഇന്ത്യൻ ഓഫീസ് വരാൻ പോവുകയാണ്, ആദ്യത്തെ ഇന്ത്യൻ ഓഫീസ്. അപ്പൊ എവിടെ ആയിരിക്കും? തീർച്ചയായും നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ആയിരിക്കും. അപ്പൊ ന്യൂഡൽഹിയിൽ അവരവരുടെ ഫസ്റ്റ് ഇന്ത്യൻ ഓഫീസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആരാണ്? OpenAI അവരുടെ പുതിയ ഓഫീസ് ന്യൂഡൽഹിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, അടുത്തത് വേൾഡ് വാട്ടർ വീക്ക് 2025. വേൾഡ് വാട്ടർ വീക്ക് 2025 എന്നാണ് വേൾഡ് വാട്ടർ വീക്ക് വരുന്നത്? എന്നാണ് ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ് വേൾഡ് വാട്ടർ വീക്ക് 2025 വരുന്നത്. അപ്പൊ ഇതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇപ്പോ സെലിബ്രേറ്റ് ചെയ്യില്ലെങ്കിൽ വേൾഡ് വാട്ടർ വീക്കിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇപ്പോ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞത്? ഏതാണ്? 35ാമത് എഡിഷൻ. വേൾഡ് വാട്ടർ വീക്കിന്റെ 35ാമത് എഡിഷൻ ആണ് ഇപ്പോ നടക്കുന്നത്. അപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വാട്ടർ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. അപ്പൊ വേൾഡ് വാട്ടർ വീക്ക് WWW എത്രാമത് അല്ലെങ്കിൽ എന്നാണ് വേൾഡ് വാട്ടർ വീക്ക് വരുന്നത്? ഓഗസ്റ്റ് 24 മുതൽ 28 വരെയാണ് വേൾഡ് വാട്ടർ വീക്ക്. അപ്പൊ ഈ വർഷത്തെ തീം എന്താണ്? വാട്ടർ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ ആണ് ഈ വർഷത്തെ തീം. So Fijian Prime Minister Sitiveni Rabuka's official visit to India strengthens bilateral ties. അപ്പൊ ഫിജി പ്രൈം മിനിസ്റ്റർ റീസെന്റ് ആയിട്ട് നമ്മുടെ രാജ്യം വിസിറ്റ് ചെയ്തു, ഇന്ത്യ വിസിറ്റ് ചെയ്തു. അപ്പൊ ആരാണ് ഫിജിയിലെ കറണ്ട് പ്രൈം മിനിസ്റ്റർ? ആരാണ്? സിറ്റിവേനി റബൂക്ക, ഫിജിയുടെ കറണ്ട് പ്രൈം മിനിസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ വിസിറ്റിൽ ഒരുപാട് ബൈലാറ്ററൽ ടൈസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് MOUs ഒക്കെ സൈൻ ചെയ്തു. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് എന്താണ്? മെയിൻ ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിപ്പിൾ MOUs സൈൻ ചെയ്തു. എഗ്രിമെന്റ് ആൻഡ് കോപ്പറേഷൻ അനൗൺസ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, മൊബിലിറ്റി സ്റ്റാൻഡേർഡ്, കപ്പാസിറ്റി ബിൽഡിംഗ്, ഡിഫൻസ് ആൻഡ് കൾച്ചർ. അപ്പൊ ഒരുപാട് സെക്ഷനിൽ ഒരുപാട് സെക്ടേഴ്സിൽ അവർ MOU സൈൻ ചെയ്തു. അണ്ടർ സ്പിരിറ്റ് ഓഫ് വെയിലമണി ദോസ്തി അഫെക്ഷനേറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിന്റെ കീഴിൽ ഒരുപാട് MOUs ആര് സൈൻ ചെയ്തു? ഫിജിയും ഇന്ത്യയും കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫിജിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ MOU സൈൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? ഫിജിയിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രോജക്റ്റും കൂടി സൈൻ ചെയ്തു. Then supply affordable medicines under India's Jan Aushadhi scheme. ഇന്ത്യയിലെ ജൻ ഔഷധി സ്കീമിന്റെ അണ്ടറിൽ മെഡിസിൻസ് ഫിജിയിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള MOU കൂടി ആര് സൈൻ ചെയ്തിട്ടുണ്ട്? ഫിജിയും ഇന്ത്യയും ചേർന്ന് സൈൻ ചെയ്തു. നേപ്പാൾ ബിക്കംസ് മെമ്പർ ഓഫ് ഇന്ത്യ ലെഡ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. അപ്പോ മെമ്പർ ഓഫ് ഇന്ത്യ ലെഡ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ നമ്മുടെ ഇന്ത്യ മുൻകൈ എടുത്ത് സ്ഥാപിച്ച ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ ആര് മെമ്പർ ആയിട്ടുണ്ട്? നേപ്പാൾ കൂടിയിട്ട് അതിന്റെ മെമ്പർ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ 2019 ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് പ്രൊമോട്ട് ചെയ്യില്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. 2019 ഒരു ബിഗ് ക്യാറ്റ് അലയൻസ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ല, ഇപ്പോഴത്തെ കറണ്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി 2019 എന്താണത് പ്രൊപ്പോസ് ചെയ്തു, ഒരു ബിഗ് ക്യാറ്റ് അലയൻസ് പ്രൊപ്പോസ് ചെയ്തു. പിന്നീട് 2023 ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ഫോം ചെയ്തു. അപ്പൊ അതിൽ റീസെന്റ് ആയിട്ട് ആര് ജോയിൻ ചെയ്തിട്ടുണ്ട്? നേപ്പാള് റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. 7 വലിയ ഈ ക്യാറ്റ് പൂച്ച വിഭാഗത്തിൽ പെടുന്ന കുറെ വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ സ്ഥാപിച്ചൊരു ഒരു അലയൻസ് ആണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. അപ്പൊ അതിൽ റീസെന്റ് ആയിട്ട് നേപ്പാളും കൂടി മെമ്പർ ആയിട്ട് ചെന്ന് 2023 അത് ഫോം ചെയ്തത്. അപ്പോ ഇത് മെയിൻ ആയിട്ട് ഇന്ത്യയാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തത്. ബിഗ് ക്യാറ്റ് 7 മേജർ ബിഗ് ക്യാറ്റ് സ്പീഷീസിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രാജീവ് രഞ്ജൻ RB മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള രാജീവ് രഞ്ജനെ
എന്താണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ VP ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്താണ്? ബ്രിക്സ് നേഷൻസിന്റെ ബാങ്ക് ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ ബ്രിക്സ് ഏതാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. അപ്പൊ ഈ 5 രാജ്യങ്ങൾ കൂടെ ചേർന്നാണ് ബ്രിക്സ് നേഷൻസ്. അപ്പൊ ബ്രിക്സ് നേഷൻസിന്റെ ബാങ്ക് ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? രാജീവ് രഞ്ജനെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ആണ്. അദ്ദേഹത്തിന്റെ ബോർഡ് മെമ്പർ ആയിരുന്നു. അവിടുന്ന് അദ്ദേഹം ഇറങ്ങി ഇപ്പോൾ അദ്ദേഹം ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ VP ആയിട്ട് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാജീവ് രഞ്ജൻ ഇറങ്ങിയ പോസ്റ്റിലേക്ക്, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി മെമ്പർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ ആരാണ് ആ പോസ്റ്റ് ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തത്? ഇന്ദ്രാണിൽ ഭട്ടാചാര്യ. അപ്പൊ ഇന്ദ്രാണിൽ ഭട്ടാചാര്യ രാജീവ് രഞ്ജനെ റീപ്ലേസ് ചെയ്ത് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ രാജീവ് രഞ്ജൻ കറന്റ്ലി ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ VP ആയിട്ട് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തു. So India's bid to host Commonwealth Games 2030 approved by Union Cabinet. കോമൺവെൽത്ത് ഗെയിംസ് 2030 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ബിഡ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ക്യാബിനറ്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹോസ്റ്റ് സിറ്റി ആയിട്ട് നമ്മുടെ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ അതോറിറ്റീസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത് ഏതാണ്? അഹമ്മദാബാദ് ആണ് ഹോസ്റ്റ് സിറ്റി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊപ്പോസൽ നമ്മുടെ യൂത്ത് മിനിസ്ട്രിയുടെ പ്രൊപ്പോസൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്? ക്യാബിനറ്റ് ചെയർ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയർഡ് ആയിട്ടുള്ള യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് റീസ്ട്രക്ചറിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് PM സ്വാനിധി സ്കീം. PM സ്വാനിധി സ്കീമിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. PM സ്വാനിധി സ്കീം എന്താണ്? 2019 കോവിഡ് പാൻഡമിക് ടൈമില് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2020 കൊണ്ടുവന്ന സ്കീമാണ് PM സ്വാനിധി സ്കീം. 2020 കൊണ്ടുവന്നത്. കോവിഡ് സമയത്ത് സ്ട്രീറ്റ് വെൻഡേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ആണ് ലോഞ്ച് ചെയ്തത്. ജൂൺ 2020 അത് ലോഞ്ച് ചെയ്തു. അപ്പൊ അത് എന്ന് വരെ? 2024 ഡിസംബർ 31 വരെ ആയിരുന്നു. നൗ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് 31 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. അതാണ് സ്വനിധി, PM സ്വനിധി പ്രോഗ്രാം. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 7332 കോടിയാണ് അതിന്റെ ടോട്ടൽ ഔട്ട്ലേ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലോഞ്ചസ് പ്രോജക്ട് ആരോഹൺ. അപ്പൊ NHAI പ്രോജക്ട് ആരോഹൺ ടോൾ പ്ലാസയിലെ എംപ്ലോയീസിന്റെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണ്, ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് ആണ് പ്രോജക്ട് ആരോഹൺ. അത് ആരാണ് ലോഞ്ച് ചെയ്തത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തു. ആരുമായിട്ട് ചേർന്ന്? ഇൻ കൊളാബറേഷൻ വിത്ത് വെർട്ടിസ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ചേർന്ന് NHAI ലോഞ്ച് ചെയ്തതാണ്. ടോൾ പ്ലാസ എംപ്ലോയീസിന്റെ ചിൽഡ്രന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് പ്രോജക്ട് ആരോഹൺ. അപ്പൊ അത് ലോഞ്ച് ചെയ്തത് NHAI ചെയർമാൻ ശ്രീ സന്തോഷ് കുമാർ യാദവ് ലോഞ്ച് ചെയ്തു. ഫിഡെ വേൾഡ് കപ്പ് 2025 ആരാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഗോവയാണ് ഫിഡെ വേൾഡ് കപ്പ് 2025 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചെസ് ലോകകപ്പിന്റെ വേദിയാവാൻ പോകുന്നത് നമ്മുടെ ഗോവൻ സംസ്ഥാനമാണ്. ചെസ് വേൾഡ് കപ്പ് 2025 ഹോസ്റ്റ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ചെസ് വേൾഡ് ചാമ്പ്യൻ ആരായിരുന്നു? നമ്മുടെ ഡി ഗുഗേഷ് അല്ലെ? ഡി ഗുഗേഷ് ആണ് 2024 ഫിഡെ വേൾഡ് കപ്പ് ചാമ്പ്യൻ. അതുപോലെ വിമൻസ് വേൾഡ് കപ്പ് ലഭിച്ചത് ആർക്കാണ്? വിമൻസ് വേൾഡ് കപ്പ് 2025 ലഭിച്ചത് ആർക്കാണ്? ദിവ്യ ദേശ്മുഖ് ആണ് വിമൻസ് വേൾഡ് കപ്പ് 2025 ലഭിച്ചത്. ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് ക്രോസസ് $100 billion in 2024-25. അപ്പം 2024-25 കാലയളവിൽ ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് എത്ര എമൗണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്? $100 billion ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എമർജിംഗ് ആസ് വൺ ഓഫ് ദി ടോപ്പ് 5 ഇൻവെസ്റ്റേഴ്സ് ഇൻ ആഫ്രിക്ക. അപ്പൊ ആഫ്രിക്കയിലെ വൺ ഓഫ് ദ ടോപ്പ് 5 ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് എമർജ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയും എമർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ $100 billion ആണ് ആ ട്രേഡ്, ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് അത്രയും ക്രോസ് ചെയ്തു.
ഇന്ത്യ ജപ്പാൻ ഹോൾഡ് മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗ് ടു സ്ട്രെങ്തൻ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗ് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്? ഇന്ത്യ ജപ്പാനുമായിട്ട് മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ഭാഗമായിട്ട്? സ്ട്രെങ്തൻ ക്ലീൻ എനർജി പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് മിനിസ്റ്റീരിയൽ ലെവൽ എനർജി ഡയലോഗ് ഇന്ത്യ ജപ്പാനുമായി ചേർന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. So India sweeps mixed air rifle gold at Asian shooting championship. അപ്പൊ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പില് എയർ റൈഫിൾ കാറ്റഗറിയിൽ കംപ്ലീറ്റ് ഗോൾഡ് മെഡൽ മാറി തൂത്തുവാരി നമ്മുടെ ഇന്ത്യ തൂത്തുവാരിയിട്ടുണ്ട്. എയർ റൈഫിൾ ഗോൾഡ് മെഡൽസ് കംപ്ലീറ്റ് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആരാണ്? ഇന്ത്യ തൂത്തുവാരിയുണ്ട്. 3 ഗോൾഡ് മെഡൽ ആണ് മിക്സഡ് എയർ റൈഫിൾ ഇവന്റിലുള്ളത്. അത് ഫുള്ള് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. സോ എത്രാമത്തെ എഡിഷൻ ആണ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്? ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 16ാമത്തെ എഡിഷൻ കസാഖിസ്ഥാനിലെ ഷിംകെന്റിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 16ാമത്തെ എഡിഷനില് എയർ റൈഫിൾ, അതായത് മിക്സഡ് എയർ റൈഫിൾ ഇവന്റിലെ കംപ്ലീറ്റ് ഗോൾഡ് മെഡൽ 3 ഗോൾഡ് മെഡലും ഇന്ത്യ തൂത്തുവാരി. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ആഴ്ചയിലെ ഓഗസ്റ്റ് 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ജോലി? എന്താണ്? നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, വരുന്ന എക്സാംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക. വീക്കെൻഡ് ഒക്കെയാണ്, കുറച്ച് ടൈം പഠിത്തത്തിനും കൂടെ കൊടുക്കുക. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.